നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. SSLC +2 പരീക്ഷകൾക്ക് സമാപനം. സംസ്ഥാനത്തെ നിലവിലെ സ്കൂൾ കലാലയങ്ങളിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങളാണ് പോലീസ് നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുക്കിയത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ മെയ് അവസാന വാരത്തിൽ പരീക്ഷാ ഫലപ്രഖ്യാപനമുണ്ടായേക്കും. കേച്ചേരിയിൽ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ബൈക്കുകളിലിടിച്ച അപകടം 8 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികൻ പാലുവായ് ചക്രമാക്കിൽ ജോൺസന്റെ മകൻ അജിൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. അതിവേഗ വികസനത്തിലൂന്നി ഗുരുവായൂർ നഗരസഭയിൽ 366.92 കോടിയുടെ ബജറ്റ്. സമഗ്ര ദ്രവ മാലിന്യ സംസ്കരണ പാക്കേജ്, നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി 100 കോടിയും മമ്മിയൂർ ഫ്ളൈ ഓവറിന് 50 കോടിയും തിരുവെങ്കിടം അടിപ്പാതയ്ക്ക് 1 കോടിയും വകയിരുത്തി. ഭിക്ഷാടന വിമുക്ത ഗുരുവായൂരിനായി ഉദയ ഹോം പദ്ധതി 1 കോടി ചെലവിൽ നടപ്പാക്കുമെന്നും പ്രഖ്യാപനം. CCTVയും എക്സൈസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ തുടരുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ലഹരിക്കെതിരെ കാവൽ ദീപം തെളിയിച്ചു. വിശദമായ വാർത്തയിലേക്ക്. SSLC +2 പരീക്ഷകൾക്ക് സമാപനം. സംസ്ഥാനത്തെ നിലവിലെ സ്കൂൾ കലാലയങ്ങളിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങളാണ് പോലീസ് നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുക്കിയത്. SSLCക്ക് ബയോളജിയും +2വിന് ഫിലോസഫി, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ജേർണലിസം തുടങ്ങി വിവിധ വിഷയങ്ങളിലുമാണ് അവസാന പരീക്ഷ നടന്നത്. +1ന് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും കൂടി പരീക്ഷയുണ്ട്. കുട്ടികളെ പൊതുവെ ശാസ്ത്ര വിഷയങ്ങളാണ് വലച്ചത്. അതിൽ ഫിസിക്സ് ആയിരുന്നു കടുകട്ടിയായതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇന്നത്തോടെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഒരു 10 എക്സാം കഴിഞ്ഞ് ഒരു കുഴപ്പമൊന്നുമില്ല. ചില ചോദ്യങ്ങൾ കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. എന്നാലും ഫിസിക്സ് നല്ല ടഫായിരുന്നു. എന്നാലും ഒക്കെ പാസ്സാവുന്നൊരു പ്രതീക്ഷ ഉണ്ട്. എന്താണ് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പരിപാടികൾ എന്താ വെച്ചാൽ കളി തന്നെ. കളിക്കണം. പിന്നെ മാർഗം ഒരു ഇതൊക്കെ എളുപ്പമായിരുന്നു. പിന്നെ ടഫ് എന്ന് പറയാൻ അത്ര ടഫ് വന്നിട്ടില്ല. ഏതായിരുന്നു ഒരു ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റുകൾ അതൊക്കെയായിരുന്നു? പിന്നെ മാത്സ് കുറച്ച് ചിലരെ സാമൂഹ്യശാസ്ത്രവും വലച്ചു. സംസ്ഥാനത്തെ ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ പരീക്ഷകളുടെ സമയം നേരത്തെയാക്കിയിരുന്നു. ക്ലാസ് മുറികളിൽ കുടിവെള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. പൊതുപരീക്ഷകൾ അവസാനിക്കുന്ന ദിവസവും മധ്യവേനൽ അവധിക്ക് സ്കൂളുകൾ അടയ്ക്കുന്ന ദിവസവും സ്കൂളുകളിൽ ഒരു ആഘോഷവും നടത്തരുതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. മുൻവർഷങ്ങളിൽ ഇത്തരം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തവണ ആഘോഷങ്ങൾക്ക് വിലക്കുണ്ടായത്. വിദ്യാർത്ഥികളുടെ ആഘോഷങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പാക്കേണ്ട ചുമതല അധ്യാപകർക്കുണ്ടായിരുന്നു. അവസാന പരീക്ഷ കഴിഞ്ഞ് കുട്ടികളെ സ്കൂളുകളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പലയിടത്തും രക്ഷിതാക്കളെത്തി. SSLC ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 11 വരെയും 21 മുതൽ 26 വരെയും 2 ഘട്ടങ്ങളിലായി നടക്കും. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയവും ഏപ്രിൽ 3 മുതലാണ്. ഫലപ്രഖ്യാപനം മെയ് 3-ാം വാരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷയും വ്യാഴാഴ്ച അവസാനിക്കും. ഇതോടെ ഈ അധ്യയന വർഷത്തിന് സമാപ്തി കുറിച്ച് കുട്ടികൾ അവധിക്കാലത്തിന്റെ ആഹ്ലാദത്തിലേക്ക് പ്രവേശിക്കും. കുട്ടികൾക്ക് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്, അതുപോലെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ എല്ലാവർക്കും കൂടി ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടഫായിട്ടുള്ള വിഷയങ്ങളിൽ കുറച്ചും കൂടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അധ്യാപകർ വൈകിട്ടുള്ള സമയങ്ങളിൽ, പിന്നെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ പേടിയുള്ള കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് പേടി മാറ്റാൻ വേണ്ടി കൗൺസിലർ മുഖാന്തരം അതിന് ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂടി ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേച്ചേരിയിൽ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ബൈക്കുകളിലിടിച്ച് അപകടം. 8 പേർക്ക് പരിക്കേറ്റു. തുവാനൂരിൽ ബുധനാഴ്ച രാവിലെ 9:15 അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന ശ്രീലക്ഷ്മി എന്ന പേരിലുള്ള സ്വകാര്യ ബസ്സാണ് ബൈക്കുകൾ ഇടിച്ച് തെറിപ്പിച്ചത്. ബൈക്ക് യാത്രികൻ തലക്കോട്ടുകരയിൽ താമസിക്കുന്ന പാലുവായ് ചക്രമാക്കിൽ ജോൺസന്റെ മകൻ അജിനും ബസ് യാത്രികരായ 7 പേർക്കുമാണ് പരിക്കേറ്റത്. കാൽമുട്ടിന് സാരമായി പരിക്കേറ്റ അജിനെ കേച്ചേരി എക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു വാഹനത്തെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബസ് ബൈക്കുകളിൽ ഇടിച്ചത്. തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് റോഡിന്റെ വശത്തെ താഴ്ചയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു.
അപകടത്തെ തുടർന്ന് അല്പസമയം മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി. നഗരത്തിന്റെ അതിവേഗ വികസനത്തിലൂന്നി ഗുരുവായൂർ നഗരസഭയിൽ 366.92 കോടിയുടെ ബജറ്റ്. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 366.92 കോടി രൂപ വരവും 362.23 കോടി രൂപ ചെലവും 4.69 കോടി രൂപയുടെ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത്. സമഗ്ര ദ്രവ മാലിന്യ സംസ്കരണ പാക്കേജ്, നഗരത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം എന്നിവയ്ക്കായി 100 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. കാർബൺ വിമുക്ത ഗുരുവായൂരും ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട്. ഭിക്ഷാടന വിമുക്ത ഗുരുവായൂരിനായി ഉദയ ഹോം പദ്ധതി 1 കോടി ചെലവിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിർധന വിഭാഗങ്ങൾക്ക് നഗരസഭാ ശ്മശാനം സൗജന്യമാക്കിയതായി ബജറ്റിൽ പ്രഖ്യാപിച്ചു. നഗരത്തിന്റെയും മറ്റ് പ്രദേശങ്ങളുടെയും സന്തുലിത വികസനം ത്വരിതഗതിയിലാക്കുന്ന പദ്ധതികളാണ് ബജറ്റിലുള്ളതെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു. മമ്മയൂർ ഫ്ളൈ ഓവറിന് 50 കോടി, അലോപ്പതി ആശുപത്രിക്ക് 50 കോടി, തിരുവെങ്കിടം അടിപ്പാത 1 കോടി, ആധുനിക ഓഫീസ് സമുച്ചയത്തിന് 50 കോടി, പടിഞ്ഞാറെ നടയിലെ ഗസ്റ്റ് ഹൌസ് പൊളിച്ച് അവിടെ മൾട്ടി സെന്റർ കോംപ്ലക്സ് നിർമ്മിക്കാൻ 50 കോടി, ഹെലി ടൂറിസം പദ്ധതിക്കും ഹെലിപാഡിനുമായി 10 കോടി, ബഹുനില മാർക്കറ്റ് കോംപ്ലക്സിനായി 10 കോടി, ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സിനുമായി 20 കോടി, മൃഗങ്ങളുടെ ശ്മശാനത്തിന് 20 ലക്ഷം എന്നിങ്ങനെയാണ് പ്രധാന പദ്ധതികൾ വകയിരുത്തിയത്. മാലിന്യ സംസ്കരണ രംഗത്തെ വിജയഗാഥ തുടരുന്ന ഘട്ടത്തിൽ പ്രകൃതി സംരക്ഷണ ബദൽ ഉയർത്തിപ്പിടിക്കുന്ന കാർബൺ വിമുക്ത നഗരം, നിർധന വിഭാഗങ്ങൾക്ക് സൗജന്യമായി ക്രിമിറ്റോറിയം, മൃഗങ്ങൾക്കുള്ള ക്രിമിറ്റോറിയം ലഭ്യമാക്കൽ, രാസലഹരി വിമുക്ത ഗുരുവായൂർ, സമഗ്ര ദ്രവ മാലിന്യ സംസ്കരണ പാക്കേജ് എന്നിവയ്ക്കായും തുക വകയിരുത്തിയിട്ടുണ്ട്. ആധുനിക ഓഫീസ് സമുച്ചയം 50 കോടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 1 കോടി 3 ലക്ഷം, മാലിന്യ സംസ്കരണം 11 കോടി, റോഡ് വികസനത്തിന് 5 കോടി, മൾട്ടി സെന്റർ കോംപ്ലക്സ് 50 കോടി, മാർക്കറ്റ് കോംപ്ലക്സ് 10 കോടി, കുടിവെള്ള വിതരണം 10 കോടി, ഭിന്നശേഷി സുരക്ഷ 1 കോടി, EMS ഫ്ളാറ്റ് സമുച്ചയം 2 കോടി, ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും 20 കോടി, വനിതാ ജിംനേഷ്യം സെന്റർ 20 ലക്ഷം, ഹാപ്പിനെസ് പാർക്ക് 10 ലക്ഷം, ജലപുനർജനി 50 ലക്ഷം, ആനിമൽ ക്രിമിറ്റോറിയം 20 ലക്ഷം, അക്വാട്ടിക് കോംപ്ലക്സ് നീന്തൽ പരിശീലനം 50 ലക്ഷം എന്നിവയ്ക്കായും തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് ചർച്ച വെള്ളിയാഴ്ച രാവിലെ നടക്കും. പന്നിത്തടത്ത് ചരക്ക് ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. അട്ടപ്പാടി സ്വദേശികളായ മുരുകേശൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ബുള്ളറ്റ് യാത്രികരായ 2 പേരും കൃഷി ഓഫീസർമാരാണ്. മുരുകേശ് ചാവക്കാട് വില്ലേജ് ഓഫീസിലും മുരുകേശൻ വെള്ളറക്കാട് കൃഷി ഓഫീസിലുമാണ് ജോലി ചെയ്യുന്നത്. പരിക്കേറ്റവരെ എരുമപ്പെട്ടി എക്സ്, പന്നിത്തടം അല്ലമീൻ എന്നീ ആംബുലൻസുകളിലായി കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരവരവായി 4,92,74,598 രൂപ ലഭിച്ചു. 1 കിലോ 655 ഗ്രാം 900 മില്ലിഗ്രാം സ്വർണവും 10.850 കിലോ വെള്ളിയും ലഭിച്ചു. പിൻവലിച്ച 2000 രൂപയുടെ 18 എണ്ണവും 1000 രൂപയുടെ 22 എണ്ണം 500 രൂപയുടെ 109 കറൻസിയും ലഭിച്ചു. KGB ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഈ ഭണ്ഡാരങ്ങൾ വഴി 3.57 ലക്ഷം രൂപ ലഭിച്ചു. എരുമപ്പെട്ടി പഴവൂരിൽ ഭിന്നശേഷിക്കാരിയായ യുവതിയെ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചു. പഴവൂർ ഈഞ്ഞക്കടവിൽ പരേതനായ നാരായണന്റെ മകൾ ശ്രീമതിയെയാണ് തെരുവുനായ കടിച്ചത്. വൈകിട്ടായിരുന്നു സംഭവം. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന പഴവൂർ ജുമാ മസ്ജിദിന് സമീപം വെച്ച് പുറകിലൂടെ ഓടിയെത്തിയ നായ കടിക്കുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോട്ടറി വിൽപ്പനക്കാരിയായ യുവതിയെ ഉപദ്രവിച്ച സംഭവത്തിൽ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കടവല്ലൂർ സ്വദേശിയായ അച്ചോത്ത് പറമ്പിൽ 34 വയസ്സുള്ള സനൂപിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപം ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന യുവതിയെയാണ് ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചത്. കൈകോർക്കാം ലഹരിക്കെതിരെ. CCTVയും എക്സൈസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ലഹരിക്കെതിരെ കാവൽ ദീപം തെളിയിച്ചു. മറ്റം സെന്ററിൽ നടന്ന ചടങ്ങിൽ വ്യാപാര വ്യവസായി ഏകോപന സമിതി, ഡ്രൈവേഴ്സ് യൂണിയൻ, തൊഴിലാളി യൂണിയൻ എന്നിവരും പങ്കാളികളായി.
കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കാവൽ ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ C പ്രേമാനന്ദകൃഷ്ണൻ, മേജർ PJ സ്റ്റൈജു മാസ്റ്റർ എന്നിവർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം നൽകി. ഇന്ന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുമ്പൊക്കെ മദ്യപാന്മാരുടെ ശല്യമാണ് നമുക്കുണ്ടായിരുന്നത്. ഇന്ന് മദ്യപാന്മാർ കുറേ ഒതുങ്ങിപ്പോയി. കാരണം മദ്യപിക്കലല്ല ഇന്ന് നമ്മുടെ യുവതലമുറയുടെ ഏറ്റവും വലിയ അവരുടെ ലക്ഷ്യത. ഇന്ന് പലതരത്തിലുള്ള ലഹരികൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ട സ്കൂളിലെ ഒരു കുട്ടി മദ്യപിച്ച അവശനിലയിലായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഒരു സംഭവം ഉണ്ടായി. ഇത് ചിലപ്പോൾ ഇവിടെയൊക്കെ അപൂർവമായിരിക്കാം. ഇപ്പം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ സ്റ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മമാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയൊക്കെ സ്ഥിരമായിട്ടുള്ള പരാതിയാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ TO ജോയ്, അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, രമ ബാബു, ശരത് രാമനുണ്ണി, ജയൻ പാണ്ഡിയത്ത്, ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ്, CCTV കുന്നംകുളം മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ഡോക്ടർ V അഭിലാഷ്, CCTV കേബിൾ ഓപ്പറേറ്റർമാരായ ജെയിംസ് KC, AS പ്രസാദ്, തോമസ് BA, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PV തോമസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശ, അങ്കണവാടി ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, ഡ്രൈവേഴ്സ് യൂണിയൻ, തൊഴിലാളി യൂണിയൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാവൽ ദീപം തെളിയിച്ച ഏവർക്കും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പായസ വിതരണവും നടത്തി. സഹവർത്തിത്വത്തിന്റെയും സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം നൽകിയാണ് പരിപാടി അവസാനിച്ചത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ എല്ലാ വാർഡ് കേന്ദ്രങ്ങളിലും കാവൽ ദീപം തെളിയിക്കുന്ന ജനകീയ പരിപാടി സംഘടിപ്പിക്കും. വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി അയൽവാസിയായ സ്ത്രീയെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 2 വർഷം നല്ല നടപ്പ് ശിക്ഷ. വെങ്കിടങ്ങ് കണ്ണൻകുളങ്ങര മദർ ഉന്നതിയിൽ താമസിക്കുന്ന ഇടക്കാട്ടുതറ അബ്ദുൽ കരീം ഭാര്യ 63 വയസ്സുള്ള സുലേഖയെ ആക്രമിച്ച കേസിലാണ് പ്രതിയായ ഇവരുടെ അയൽവാസി കൂടിയായ പൊറ്റവളപ്പിൽ വീട്ടിൽ അബൂബക്കർ മകൻ 60 വയസ്സുള്ള ഹസനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിൽ 2 വർഷം നല്ല നടപ്പിന് ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. കോർട്ട് ലൈസൻ ഓഫീസറായ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PJ സാജനും പ്രോസിക്യൂഷന് സഹായിച്ചു. പ്രതിയായ ഹസൻ ഇനിയുള്ള 2 വർഷക്കാലം മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ മറ്റും ചെയ്താൽ കൂടുതൽ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് വിധിന്യായത്തിൽ പ്രത്യേക പരാമർശമുണ്ട്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സമകാലീന സംഭവങ്ങളെ ആസ്പദമാക്കി കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ സന്ദേശത്തോടെ ഒരുക്കിയ ലൈവ് തീം പ്രസന്റേഷൻ ശ്രദ്ധേയമായി. എരുമപ്പെട്ടി ഫൊറോന കത്തോലിക്ക കോൺഗ്രസും കുന്നംകുളം എക്സൈസ് വകുപ്പും ചേർന്നാണ് ലഹരി ഉപയോഗത്തിനെതിരെ സമകാലീന സംഭവത്തെ ആസ്പദമാക്കിയുള്ള ലൈവ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. SSLC പരീക്ഷ സമാപന ദിന ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു അവതരണം. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG ശിവകുമാർ സന്ദേശം നൽകി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിവരങ്ങൾ കൈമാറാം. 9447178000 എന്ന നമ്പറിൽ എക്സൈസ് കമ്മീഷണറുടെ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് എക്സൈസ് കമ്മീഷണർ. ആ കമ്മീഷണറുടെ നമ്പറിലേക്കാണ് നിങ്ങൾ ഈ കേരളത്തിലെ എവിടെയുള്ള വിവരങ്ങളും വിളിച്ചറിയിക്കേണ്ടത്. വിളിച്ചറിയിക്കുന്ന ആളുടെ ഒരു വിവരങ്ങളും ആരും അറിയുകയില്ല. കൃത്യമായ വിവരങ്ങൾക്ക് സർക്കാർ 25,000 രൂപ പാരിതോഷികം നൽകുന്നുണ്ട്. ആ പാരിതോഷികം നൽകുമ്പോൾ പോലും നിങ്ങളുടെ മുഖം ആരും നോക്കില്ല, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ വാങ്ങുന്നില്ല, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആരും ചോദിക്കുന്നില്ല. 2 കൈകൾ, നമ്മൾ സിനിമാ ടിക്കറ്റ് എടുക്കുന്ന പോലെ 2 കൈകൾ പരസ്പരം 25,000 രൂപ കൈമാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഒരു ഭയവും വേണ്ട.
ഫൊറോന പ്രസിഡന്റ് കെ.സി. ഡേവിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ കൗൺസിലർ മിഷ സെബാസ്റ്റ്യൻ, എരുമപ്പെട്ടി ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിവയ്ക്കൽ, യൂത്ത് കൗൺസിൽ അതിരൂപത കോർഡിനേറ്റർ മാത്യൂസ് എം. രാജൻ, കുടുംബ കൂട്ടായ്മ ഫൊറോന കൺവീനർ ബിജു സി. വർഗീസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി മണ്ടുമ്പാൽ, കത്തോലിക്ക കോൺഗ്രസ് മറ്റം ഫൊറോന സെക്രട്ടറി എൻ.ജെ. ജെയ്മോൻ, കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റ് സി.ഡി. ആന്റണി, എരുമപ്പെട്ടി യൂണിറ്റ് പ്രസിഡന്റ് സി.വി. ബേബി എന്നിവർ സംസാരിച്ചു. തത്സമയ തീം പ്രസന്റേഷൻ ചിട്ടപ്പെടുത്തിയ ഷാജി മണ്ടുമ്പാലിനെ പൊന്നാടണിയിച്ച് ആദരിച്ചു. എക്സൈസ് ഓഫീസർമാരായ സുനിൽകുമാർ, സിദ്ധാർത്ഥൻ, സുനിൽദാസ്, സതീഷ്, അഭിനേതാക്കളായ ഷാജി മണ്ടുമ്പാൽ, ഷാജി ഐനൂർ, സംഗീത ജോയ്, ട്രീസ എന്നിവർ നേതൃത്വം നൽകി. ഒറ്റപ്പിലാവ് കാളിനി നഗറിലെ വടക്കുന്നാഥൻ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. കുന്നംകുളം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി.എസ്. ശിവശങ്കരൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഷാജി കാസ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു. മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ജനജാഗ്രതാ സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. മണികണ്ഠൻ മണ്ഡകത്തിങ്കൽ, നാരായണൻ കുന്നത്തുവളപ്പിൽ, ബാലൻ കരുവാൻ വളപ്പിൽ, വടക്കുന്നാഥൻ പൂരാഘോഷ കമ്മിറ്റി സെക്രട്ടറി സുബീഷ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തയിലേക്ക്. യാക്കോബായ സഭയുടെ പുതിയ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ജോസഫ് മോർ ഗ്രിഗോറിയോസിന്റെ സ്ഥാനാരോഹണം ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ നടന്നു. ധന്യ നിമിഷത്തിന് സാക്ഷികളാകാൻ പ്രമുഖരുടെ വലിയ നിര തന്നെയാണ് ഉണ്ടായിരുന്നത്. അച്ചാനയിലെ സെന്റ് മേരീസ് പാത്രിയാർക്ക കത്തീഡ്രലിൽ ഇന്ത്യൻ സമയം 9:50 സ്ഥാനാരോഹണം നടന്നത്. കുർബാന മധ്യേയുള്ള ചടങ്ങുകൾക്ക് ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദിദിയൻ പാത്രിയാർക്കിസ് ബാവ കാർമ്മികത്വം വഹിച്ചു. പാത്രിയാർക്കിസ് ബാവ അധികാരപത്രവും അംശപടിയും മുദ്രമാലകളും നൽകി. യോഗ്യൻ എന്നർത്ഥം വരുന്ന സുറിയാനി വാക്കായ ഓക്സിയോസ് 3 തവണ പാത്രിയാർക്കിസ് ബാവ ചൊല്ലി. സഹമെത്രാപ്പൊലിത്തമാരും വൈദികരും വിശ്വാസികളും 3 വട്ടം അത് ഏറ്റുചൊല്ലി. അഭിഷേക ചടങ്ങിൽ മലയാളത്തിലുള്ള ആരാധനാഗീതങ്ങളും പ്രാർത്ഥനാഭാഗങ്ങളും ഉൾപ്പെടുത്തിയത് മലയാളികൾക്ക് സന്തോഷം പകർന്നു. യാക്കോബായ സഭയുടേതടക്കം സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ മറ്റു മെത്രാപ്പൊലിത്തമാർ വാഴിക്കൽ ചടങ്ങിൽ സഹകാർമ്മികരായി. യാക്കോബായ സഭാംഗങ്ങളുടെ പ്രതിനിധി സംഘവും മാർത്തോമ സഭയുടെ ജോസഫ് മാർ ബർണബോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത, മലങ്കര കാത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ബാവ, മറ്റ് ഇതര സഭാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘവും ചടങ്ങിൽ സന്നിഹിതരായി. സഭാ ഭാരവാഹികളും വിശ്വാസികളും ഉൾപ്പെടെ കേരളത്തിൽ നിന്നും 400ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാനാരോഹണ ചടങ്ങ് CCTV തത്സമയം സംപ്രേഷണം ചെയ്തു. ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് പ്രമുഖർ ആശംസകൾ അറിയിച്ചു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. ലെബനോനിൽ ചൊവ്വാഴ്ച രാത്രി കാതോലിക്ക സ്ഥാനാരോഹണം ശേഷം നടന്ന അനുമോദന ചടങ്ങിലാണ് മുൻ മന്ത്രി അൽഫോൺസ് കണ്ണന്താനം പ്രധാനമന്ത്രിയുടെ ആശംസ വായിച്ചത്. ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ അഭിഷേകം സമൂഹത്തിൽ ഐക്യവും സമാധാനവും ആത്മീയ ബലവും വ്യാപിപ്പിക്കാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. The journey of His Eminence More Gregorios Joseph is a testament to his commitment and devotion to the Church. The Belangara Jacobite Syrian Orthodox Church will continue its work to strengthen society in India and particularly in the state of Kerala. Best wishes to His Eminence More Gregorios Joseph on this auspicious occasion. May his leadership continue to leave a lasting impact on the society. Sri Narendra Modi, Prime Minister of India. കേരളത്തിൽ നിന്നും വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ആശംസകൾ അർപ്പിച്ചു. ലെബനോനിലെത്തിയ എല്ലാ മലയാളികൾക്കും വേണ്ടി മന്ത്രി രാജീവ് ആശംസകൾ അർപ്പിച്ചു. The government of Kerala and the Chief Minister, Mr. Pinarayi Vijayan, has taken this as a very great ceremony. On behalf of the Chief Minister of Kerala, the government and the people of Kerala, I would like to congratulate His Eminence, Mr. Baselius Joseph,
our former minister, correctly mentioned his simplicity and openness. And at this moment, I remember the contribution of Thomas Pradhavan Bava. I hope the legacy of the Bava will be continued. The dedication of His Eminence Mr. Baselius Joseph Bava. കേരള പ്രതിനിധി സംഘം ബസേലിയോസ് ജോസഫ് ശ്രേഷ്ഠഭാവയ്ക്ക് പൂച്ചെണ്ട് നൽകി സന്തോഷം പങ്കുവച്ചു. പ്രതിനിധി സംഘത്തെ അയച്ചതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഇഗ്നാത്യോസ് അപ്രേം ദിദിയൻ പാത്രിയാർക്കിസ് ബാവ നന്ദിയും പറഞ്ഞു. We likewise extend our thanks and appreciation to the Chief Minister of Kerala, one of the great states of India. A state known for its മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ പുതുതായി വാഴിച്ച ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസേലിയോസ് ജോസഫ് ബാവയുടെ അംശവടിക്ക് കുന്നുകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിയിൽ കാലം ചെയ്ത മോർ ഒസ്താത്തിയോസ് ലീബ ബാവ ഉപയോഗിച്ചിരുന്ന അംശവടിയുടെ അതേ മാതൃക കുന്നുകുളത്തെ യാക്കോബായ വിശ്വാസികൾക്ക് അനുഗ്രഹ സ്പർശമേകുന്ന ആചാര്യ സ്മരണയായി. ചൊവ്വാഴ്ച രാത്രി ലെബനോനിൽ വെച്ച് നടന്ന കാതോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷ മധ്യേ അംശവടി കൈമാറുന്ന ശുശ്രൂഷയിലാണ് പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കിസ് ബാവയാണ് പരിശുദ്ധ ഒസ്താത്യോസ് ബാവ ഉപയോഗിച്ചിരുന്ന അംശവടിയുടെ അതേ മാതൃകയെന്ന് വിശ്വാസി സമൂഹത്തെ അറിയിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മോർ ഒസ്താത്യോസ് സ്ലീബ ബാവയുടെ 95ാമത് ഓർമ്മ പെരുന്നാൾ ആചരിച്ചത്. 1908 സ്ലീബ ബാവ മെത്രനായതിനു ശേഷം ഉപയോഗിച്ചിരുന്ന അംശവടിയുടെ മാതൃകയിൽ പരിശുദ്ധ പാത്രിയാർക്കിസ് ബാവ ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് ലഭിച്ച അംശവടി അപൂർവതയാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ മെത്രാനായപ്പോൾ ജ്ഞാനായ സഭ ആസ്ഥാനത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന പരുമല തിരുമേനി ഉപയോഗിച്ചിരുന്ന അംശവടി സമ്മാനമായി നൽകിയിരുന്നു. ഇത് കൊച്ചി ഭദ്രാസന ആസ്ഥാനമായ തിരുവാങ്കുളം കൃതാ സെമിനാരിയിൽ പവിത്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആഗോള സുന്നഹദോസ് ബുധനാഴ്ച നടന്നു. ലബനോൻ ബെയ്റൂട്ട് അച്ചാനെ പാത്രിയാർക്ക അരമനയിൽ പാതിനോമ്പിന്റെ ശുശ്രൂഷകൾക്ക് ശേഷം ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറോൻ മോർ ഇഗ്നാത്യോസ് അപ്രേം ദിദിയൻ പാത്രിയാർക്കിസ് ബാവ അധ്യക്ഷനായി. എപ്പിസ്കോപ്പൽ സുന്നഹദോസിൽ നവാഭിഷിക്തനായ ശ്രേഷ്ഠ ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയും ആഗമന സുറിയാനി സഭയിലെ മറ്റു മെത്രാപ്പൊലിത്തമാരും പങ്കെടുത്തു. വർഷങ്ങൾക്ക് ശേഷമാണ് ആഗമന സുറിയാനി സഭയുടെ സുന്നഹദോസ് നടക്കുന്നത്. പഴഞ്ഞി ചിറ്റത്താഴം കോൾപ്പടവിൽ കൊയ്ത്തു തുടങ്ങി. 220 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. കൊയ്ത്തുത്സവം കൃഷി ഓഫീസർ അനൂപ് വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. കോൾപ്പടവ് സെക്രട്ടറി AY ഹമീദ്, കൊച്ചുമാത്തു, ജോയിന്റ് സെക്രട്ടറി K ജയദേവൻ എന്നിവർ സംസാരിച്ചു. 2 ആഴ്ച കൊണ്ട് കൊയ്ത്ത് പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിച്ചതിനാൽ മികച്ച വിളവ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. എരുമപ്പെട്ടി മുണ്ടൻകോട് നിർധന കുടുംബത്തിന് യൂത്ത് കോൺഗ്രസ് നൽകുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പ്രായമായ തങ്കയ്ക്കാണ് 460 ചതുരശ്ര അടിയിൽ വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇവർ താമസിച്ചിരുന്ന പഴക്കമുള്ള വീട് മാസങ്ങൾക്ക് മുമ്പ് തകർന്നു വീണിരുന്നു. വീടിന്റെ പ്രധാന വാർപ്പിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ശ്രമദാനത്തിലൂടെ പങ്കാളികളായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, പഞ്ചായത്ത് മെമ്പർ MC ഐജു, NK കബീർ, CK നാരായണൻ, ബിജു താണിക്കൽ, ഫൈസൽ ചിറ്റണ്ട, ഫ്രിജോ വടക്കൂട്ട്, രഘു കരിയന്നൂർ, രഞ്ജിത്ത്, ഷിയാസ് ചിറ്റണ്ട, AU മനാഫ്, വിനോദിനി മങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. അമേച്ചൂർ നാടകരംഗത്ത് ശ്രദ്ധേയം സാന്നിധ്യമായി മാറിയ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ നേതൃത്വത്തിൽ ലോക നാടക ദിനാഘോഷവും സഖാവ് നാരായണൻ ആത്രപ്പുള്ളി പുരസ്കാര സമർപ്പണവും വ്യാഴാഴ്ച നടക്കും. നാടക പ്രവർത്തകർക്കുള്ള ആദരവും ശങ്കരേട്ടന്റെ വെളിപാടുകൾ നാടകത്തിന്റെ അവതരണവും ഇതോടൊപ്പം നടക്കും. ചടങ്ങിന്റെ ഒരുക്കങ്ങളും വീട്ടരങ്ങ് നാടകത്തിന്റെ റിഹേഴ്സലും പൂർത്തിയായി. മാർച്ച് 27 ലോക നാടക ദിനത്തിൽ ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ സ്ഥാപകൻ അന്തരിച്ച ആത്രപ്പുള്ളി നാരായണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പ്രസിദ്ധ നാടക നടൻ ജിയോ മാറഞ്ചേരിക്ക് സമ്മാനിക്കും. ക്യാഷ് അവാർഡും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാംസ്കാരിക പ്രവർത്തകനും CPM ജില്ലാ സെക്രട്ടറിയുമായ KV അബ്ദുൾ ഖാദർ പുരസ്കാരം സമ്മാനിക്കും. 3 പതിറ്റാണ്ടോളമായി ഈ രംഗത്ത് സജീവമായ ജിയോ മാറഞ്ചേരിയെ നാടകകലയ്ക്ക് നൽകിയ സംഭാവനകൾ മാനിച്ചാണ് ആദരിക്കുന്നത്. വൈകിട്ട് 5 മണിക്ക് NTV ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ അന്തരിച്ച നാടക പ്രവർത്തകരായ നാരായണൻ ആത്രപ്പുള്ളി, സോബി സൂര്യഗ്രാമം, മുരളി മലയാളി എന്നിവരെ അനുസ്മരിച്ച് ചലച്ചിത്ര നടൻ മീനരാജ് പള്ളുരുത്തി, ഷാജി നിഴൽ,
അശോക് ആചാരി എന്നിവർ സംസാരിക്കും. കേരള സംഗീത നാടക അക്കാദമിയുടെ ഈ വർഷത്തെ അമേച്ചർ നാടക മത്സരത്തിൽ സമ്മാനാർഹരായ നിഖിൽ ദാസ്, നിജിൽ ദാസ്, പ്രശാന്ത് നാരായണൻ എന്നീ നാടക പ്രവർത്തകരെയും നാടകരചനയ്ക്ക് ഈ വർഷത്തെ ഭാരത് ഭവൻ പുരസ്കാരം നേടിയ അസീസ് പെരിങ്ങോടിനെയും ആദരിക്കും. തുടർന്ന് ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന വീട്ടരങ്ങ് നാടകം ശങ്കരേട്ടന്റെ വെളിപാടുകൾ അരങ്ങേറും. വീടും തൊടികളും വേദിയാക്കുന്ന നാടകത്തിൽ പ്രശസ്ത സിനിമാ താരങ്ങളായ മീനരാജ് പള്ളുരുത്തിയും രജനി മുരളിയും CCTV ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് ഉൾപ്പെടെ 15ഓളം അഭിനേതാക്കൾ അരങ്ങിലെത്തും. ഈ രംഗത്ത് ഏറെ പ്രശസ്തനായ പ്രദീപ് നാരായണനാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. നാടകത്തിന്റെ റിഹേഴ്സൽ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. നാടക സിനിമാ പ്രവർത്തകനായ ഓസ്കർ സൈജോ കണ്ണനായ്ക്കൽ സമാപന ദിവസത്തെ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ സ്നേഹോപഹാരം മീനരാജ് പള്ളുരുത്തിയും KC ജോസും ചേർന്ന് സമ്മാനിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 15-ാം വാർഡിലെ ചക്കൻസ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ KK ജയന്തി, PK അസീസ്, AA കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,33,000 രൂപ ചെലവഴിച്ച് 78 മീറ്റർ കോൺക്രീറ്റ് റോഡാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. പറക്കാട് വെൽഫെയർ അസോസിയേഷൻ 15-ാം വാർഷികത്തോടനുബന്ധിച്ച് ഗ്രാമോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി എളവള്ളി പഞ്ചായത്തിലെ പറക്കാട് ഗ്രാമത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും അമല ഹോസ്പിറ്റൽ നൽകുന്ന ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി നടക്കും. മാർച്ച് 29 ശനിയാഴ്ച വൈകിട്ട് 5:30 ചേലൂർക്കുന്ന് അയ്യപ്പസ്വാമി ക്ഷേത്ര മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവും കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ കവിയും ശ്രീകൃഷ്ണ കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിദ്ധീകരണമായ മുക്കുറ്റിയുടെ പ്രകാശനവും പറക്കാട് ഗ്രാമത്തിലെ സാമൂഹിക വിദ്യാഭ്യാസ ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ച പറക്കാട് നിവാസികളെ ആദരിക്കലും ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടാകും. അമല ആശുപത്രി നൽകുന്ന ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പറക്കാട് ഗ്രാമത്തിലെ 450-നടുത്ത കുടുംബങ്ങളിലുള്ള 2,500ഓളം വരുന്ന അംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതി പ്രകാരം IP ചികിത്സയിൽ വാർഡിൽ കിടക്കുന്ന രോഗികൾക്ക് 35% വരെ ഇളവ് ലഭിക്കും. ഇവർ BPL കാർഡ് ഉടമകളാണെങ്കിൽ 45% വരെ കിഴിവ് ലഭിക്കും. ഇതുകൂടാതെ 1000 രൂപയോ അതിൽ കൂടുതലോ ഉള്ള ഓരോ OP വ്യക്തിഗത ബില്ലിനും 10% വരെ ഇളവ് ലഭിക്കും. ഹെൽത്ത് കവറേജ് പദ്ധതിയുടെ ഉദ്ഘാടനം അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ CMI നിർവഹിക്കും. പദ്ധതിയെക്കുറിച്ച് അമല ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ CMI വിശദീകരിക്കും. പറക്കാട് ഗ്രാമത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നമനത്തിനായി രൂപം നൽകിയ പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ 15-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിന് ശേഷം തൃശൂർ ജനനയന ഒരുക്കുന്ന നാടൻ കലകളും പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും കോർത്തിണക്കിയ ഫോക്ക് ഈവ് ഉണ്ടായിരിക്കുമെന്നും പറക്കാട് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പരമേശ്വരൻ തച്ചംകുളം, സെക്രട്ടറി PS സുഷീർ, വൈസ് പ്രസിഡന്റ് ഷൈനി സദാനന്ദൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഷാജി പത്മനാഭൻ, അമല ഹോസ്പിറ്റൽ ജനറൽ മാനേജർ ഓപ്പറേഷൻസ് ബോർജിയോ ലൂയിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കല്ലേറ്റുംകര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷന്റെ കല്ലേറ്റുംകരയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, ES സുരേഷ്, PM സജി, സുധീഷ് പറമ്പിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ്, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ ICDS സൂപ്പർവൈസർ ഷിമി E ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 57 പേർക്ക് ബ്രെയിലി ലാപ്ടോപ്പ്, ട്രൈപോഡ്, നീ ബ്രേസ്, നീ ജോയിൻ, ക്രോഡിപോഡ്, വൈറ്റ് കെയിൻ, അക്കോമഡേറ്റീവ് ഫുട്വെയർ, വാക്കർ, ഷൂ എന്നീ ഉപകരണങ്ങൾ നൽകി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന AD ആന്റുവിനെ പൗരാവലിയും പൂർവ്വ വിദ്യാർത്ഥികളും മലയാളം അധ്യാപക കൂട്ടായ്മയും ചേർന്ന് ആദരിക്കുന്നു. മാതൃഭാഷാ പഠനം സാമൂഹിക ഇടപെടലിന് എന്ന ആശയമുയർത്തി 4 നൂറ്റാണ്ടിലേറെക്കാലം ക്ലാസ് മുറിയിലും പുറത്തും പ്രവർത്തിച്ച മലയാള അധ്യാപകൻ എന്ന നിലയിലാണ് AD ആന്റുവിനെ ദേശം ആദരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 30 ഞായറാഴ്ച വൈകിട്ട് 4-ന് മറ്റം കരിസ്മ പാലസിൽ സംഘടിപ്പിക്കുന്ന ആദരം മാതൃഭാഷയ്ക്കും ആന്റുമാഷിനും
ദേശീയ ശ്രദ്ധയാകർഷിച്ച സാമൂഹ്യ പ്രവർത്തക ദയാബായി ഉദ്ഘാടനം ചെയ്യും. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിക്കും. മലയാളം സർവകലാശാല തുഞ്ചത്തെഴുത്തച്ഛൻ പഠനകേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KM അനിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. കവി P രാമൻ മുഖ്യാതിഥിയായിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഭാഷാഭിമാന അക്ഷരമാല ശില്പം സമർപ്പിക്കും. 2023-24 വർഷങ്ങളിൽ ഹയർ സെക്കൻഡറി മലയാളം പരീക്ഷയിൽ 100-ൽ 100 സ്കോർ നേടിയ വിദ്യാർത്ഥികളെ മലയാള തിലക സാക്ഷ്യപത്രം നൽകി അനുമോദിക്കും. മലയാള മഹോത്സവം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് ഡോക്ടർ R. സുരേഷ് എഡിറ്റ് ചെയ്ത മലയാളത്തിന്റെ ആന്റുമാഷ് എന്ന പുസ്തകം ദയാബായി പ്രകാശനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ P. രശ്മി പുസ്തകം ഏറ്റുവാങ്ങും. രാത്രി 8-ന് അടാട്ട് കതിരോല ഫോക്ക് ബാൻഡിന്റെ നാടൻപാട്ടും കലാ അവതരണവും ഉണ്ടായിരിക്കും. കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗത്തിന്റെയും കോവിലൻ ട്രസ്റ്റിന്റെയും സഹകരണത്തോടെയാണ് മലയാള തിലക സാക്ഷ്യപത്രം വിതരണം ചെയ്യുന്നത്. സംഘാടക സമിതി ചെയർപേഴ്സൺ ഡോക്ടർ AM റീന, ജനറൽ കൺവീനർ മേജർ PJ സ്റ്റൈജു, KP റഷീദ്, TO ജോയ്, PA ബഷീർ, ഗ്ലാഡ്രെ വി ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വാദ്യ അടിയന്തര പ്രവൃത്തിയിൽ അരനൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന വാദ്യപ്രതിഭ കൃഷ്ണകുമാറിനെ വീരശൃംഖല നൽകി ആദരിച്ചു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, വാദ്യകുലപതിമാരായ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, പെരുവനം കുട്ടന്മാരാർ, കല്ലൂർ രാമൻകുട്ടിമാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ എന്നിവർ പങ്കെടുത്തു. R. നാരായണൻ, GK പ്രകാശൻ, KP ഉദയൻ, ബാലൻ വാർനാട്ട്, VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മണികണ്ഠ വാര്യർ, K. ഗോവിന്ദൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ഗോപന്മാരാർ, നന്ദകുമാർ മാരാർ, ഗിരിജ പരിയാരത്ത്, കൃഷ്ണപ്രിയ രാഹുൽ, ലക്ഷ്മിപ്രിയ, സുധാരാജൻ, പ്രസന്ന പരമേശ്വരൻ, ജ്യോതി ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി. സോപാന സംഗീതം, തിരുവാതിരക്കളി, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം ശുദ്ധജല പദ്ധതിയുടെ വലിയ പൈപ്പ് പൊട്ടി. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. വെള്ളത്തിന്റെ കുത്തിയൊഴുക്കിൽ പള്ളിക്കര ഗോപാലന്റെ വീടിനകത്തേക്ക് വെള്ളം കയറി. അക്കിക്കാവിൽ നിന്നും കാട്ടകമ്പലിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന വലിയ പൈപ്പാണ് പൊട്ടിയത്. അക്കിക്കാവിലെ വാൾവ് അടച്ചതോടെയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചത്. ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയതോടെ മേഖലയിലെ ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക ക്ഷയരോഗ ദിനാചരണ ബോധവൽക്കരണവും സമൂഹ പ്രതിജ്ഞയും നടത്തി. മറ്റം സെന്ററിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് അംഗങ്ങൾ ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ബിജോയ്, CCTV കുന്നംകുളം മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, മേജർ PJ സ്റ്റൈജു മാസ്റ്റർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശ, അങ്കണവാടി ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സീഡ് അഴിമതിക്കും വികസന വിരുദ്ധ നിലപാടുകൾക്കുമെതിരായി CPIM പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കടങ്ങോട് റോഡ് സെന്ററിൽ നടത്തിയ യോഗം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ അംഗം MS സിദ്ധൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S ബസന്തലാൽ, KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ M നന്ദീഷ്, PC അബാൽമണി എന്നിവർ സംസാരിച്ചു. PT ദേവസി, സുമന സുഗതൻ, ഡോക്ടർ VC ബിനോജ്, ഷീജ സുരേഷ്, സ്വപ്ന പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 1.25 ലക്ഷം രൂപ വിലയുള്ള സ്കൂട്ടർ 60,000 രൂപയ്ക്ക് തരും. വലിയ ഓഫറാണ്. 1.25 ലക്ഷം ഒറിജിനൽ വില, അത് 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. 60,000 രൂപ വിലയുള്ള ലാപ്ടോപ്പ് 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ വയ്ക്കും. ഇതിനു വേണ്ടി നടക്കാൻ ആയിരക്കണക്കിന് പ്രൊമോട്ടർമാരുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ വരുന്നില്ലേ, കാൽനടയായിട്ട് ഓരോ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി അതിൻ്റെ സെയിൽസ്. ചാവക്കാട് താലൂക്ക് വ്യവസായ ഓഫീസ് MSME ക്ലിനിക് സംഘടിപ്പിച്ചു. സമുദ്ര ഹോട്ടൽ കോൺഫറൻസ് ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ R. സ്മിത മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ലിനോ ജോർജ്, ചാവക്കാട് ഉപജില്ലാ വ്യവസായ ഓഫീസർ PG ജിനി, വ്യവസായ വികസന ഓഫീസർ T. മനോജ് എന്നിവർ സംസാരിച്ചു. ഡ്രഗ്സ് കൺട്രോളർ, ലൈസൻസ് നടപടിക്രമങ്ങൾ, GST, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയുള്ള അതിനൊട്ടും അനുകൂലമല്ലാത്ത അന്തരീക്ഷങ്ങൾ നിലനിൽക്കുന്നു. ആ അന്തരീക്ഷങ്ങളിലൊക്കെ വലിയ മാറ്റം ഉണ്ടായി.
ലോക ക്ഷയരോഗ ദിനാചരണത്തിനോടനുബന്ധിച്ച് പോർക്കുളം പഞ്ചായത്ത് തലത്തിൽ ബോധവൽക്കരണവും പ്രതിജ്ഞയെടുക്കലും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് മെമ്പർ സിന്ധു ബാലൻ സംബന്ധിച്ചു. കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ശോഭ PV ബോധവൽക്കരണം നടത്തി. സെക്രട്ടറി ലിൻസ് ഡേവിഡ്, AS പരമേശ്വരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ വകുപ്പ് പ്രതിനിധികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ KR പ്രേംരാജ് നേതൃത്വം നൽകി. പഴഞ്ഞി അരുവായ് ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്ര കലശവും പുനഃപ്രതിഷ്ഠയും മാർച്ച് 7 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിലായി നടക്കും. അഷ്ടമംഗല വിധിപ്രകാരം ഒരു വ്യാഴവട്ടത്തിനു ശേഷം ദേവീ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായാണ് 12 വർഷത്തിലൊരിക്കൽ പുനഃപ്രതിഷ്ഠയും നവീകരണ പ്രവർത്തനങ്ങളും ഭഗവതിക്ക് കലശമാടലും നടത്തുന്നത്. 11 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ആലങ്കോട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രം മേൽശാന്തി വേണാട് ശിവപ്രസാദ് നമ്പൂതിരി ഉൾപ്പെടെ 15ഓളം പേർ സഹകാർമ്മികരാകും. ആദ്യ ദിവസമായ വ്യാഴാഴ്ച രാവിലെ പൂജകൾക്ക് ശേഷം കലവറ നിറയ്ക്കൽ, 5:30 മഹാഭഗവത് സേവ, 6:30 ആചാര്യവരണം, അങ്കുരാർപ്പണം എന്നിവയും, 7 പ്രസാദശുദ്ധിയും, 7:30 കുണ്ഠശുദ്ധി, 8 അത്താഴപൂജ എന്നിവയും തന്ത്രിപൂജയും നടക്കും. വൈകിട്ട് 7 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ബ്രഹ്മശ്രീ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. സിനി സീരിയൽ ആർട്ടിസ്റ്റ് രാജീവ് പരമേശ്വരൻ മുഖ്യാതിഥിയാകും. വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാര സമർപ്പണം ക്ഷേത്രമൂരാളൻ പയ്യഴി രാമചന്ദ്രനുണ്ണി നിർവഹിക്കും. കളമെഴുത്ത് കലാകാരൻ കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പ് ആശംസ അർപ്പിക്കും. തുടർന്ന് കൃഷ്ണാഞ്ജലി, അരുവായി അവതരിപ്പിക്കുന്ന സംഗീത ഫ്യൂഷൻ, പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവയും ഉണ്ടായിരിക്കും. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പഴമയും പുതുമയും എന്ന പേരിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷനായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ KB ബബിത, MCI ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ലത ഹരിദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറി VM ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് മാതൃകയിൽ ഏപ്രിൽ 21 മുതൽ മെയ് 1 വരെ നടക്കുന്ന ഗുരുവായൂർ സൂപ്പർ ലീഗ് GSL ഫുട്ബോൾ ലീഗിന്റെ താരലേലം പൂർത്തിയായി. നിയോജക മണ്ഡലത്തിലെ 2 നഗരസഭകളിലെയും 6 പഞ്ചായത്തുകളിലെയും രജിസ്റ്റർ ചെയ്ത 180ഓളം വരുന്ന താരങ്ങളെയാണ് 10 ഫ്രാഞ്ചൈസികളുടെ നേതൃത്വത്തിലുള്ള പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകൾ ലേലം ചെയ്തത്. നഗരസഭ ലൈബ്രറി ഹാളിൽ നടന്ന ലേലത്തിന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ്, ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക്, സംഘാടക സമിതി ചെയർമാൻ GK പ്രകാശൻ, ജനറൽ കൺവീനർ TM ബാബുരാജ്, KR സൂരജ്, VV ഡൊമിനി, KP സുനിൽ, ON രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, AA കൃഷ്ണൻ, KK ജയന്തി, സെക്രട്ടറി ഇൻചാർജ് CO ആന്റോ എന്നിവർ പങ്കെടുത്തു. 1 ലക്ഷം രൂപ ചെലവഴിച്ച് 20 വിദ്യാർത്ഥികൾക്കാണ് പഠനാവശ്യങ്ങൾക്കായി മേശയും കസേരയും വിതരണം ചെയ്തത്. വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10-ൽ മസ്ജിദ് റഹ്മയിൽ മദീന മുതൽ ഗസ വരെ എന്ന പ്രത്യേക പ്രഭാഷണം സംഘടിപ്പിച്ചു. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10-നോടനുബന്ധിച്ച് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് പെരുമ്പിലാവ് മസ്ജിദ് റഹ്മ പള്ളിയിലെത്തിയ വിശ്വാസികൾക്കായി തറാവി നമസ്കാരാനന്തരമാണ് രാത്രി 10ഓടെ പ്രത്യേക പ്രഭാഷണം സംഘടിപ്പിച്ചത്. മദീന മുതൽ ഗസ വരെ എന്ന വിഷയത്തിൽ മഹൽ കമ്മിറ്റി പ്രസിഡന്റും പ്രഭാഷകനുമായ NK മൊയ്തീൻ പൂങ്കാവനം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. മസ്ജിദുർ റഹ്മ മഹല്ല് ഇമാം AK അബ്ദുൽ കരീം നമസ്കാരത്തിന് നേതൃത്വം നൽകി. കേരള മുവല്ലിം ജമാഅത്ത് വടുതല, SYS, SSF വടുതല യൂണിറ്റ് പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. വടുതല വട്ടംപാടം ഫരീദ് ഔലിയ നഗറിൽ നടത്തിയ ചടങ്ങ് സോൺ സെക്രട്ടറി ഹുസൈൻ കൊച്ചനൂർ ഉദ്ഘാടനം ചെയ്തു. വടുതല മസ്ജിദ് ഇമാം അബ്ദുൽ ഷുക്കൂർ അഹ്സനി പ്രാർത്ഥന നടത്തി. SYS ഫിനാൻസ് സെക്രട്ടറി AS ഇസ്മായിൽ അധ്യക്ഷനായി. SYS ഫിനാൻസ് സെക്രട്ടറി OB ഹക്കീം സ്വാഗതവും മേഖലാ സെക്രട്ടറി നജീബ് നന്ദിയും പറഞ്ഞു. നിരവധി ആൽബങ്ങളും ഭക്തിഗാനങ്ങളും എഴുതിയിട്ടുള്ള യുവ ഗാനരചയിതാവ് കടവല്ലൂർ സ്വദേശി ജയൻ പാതാക്കരയുടെ ഏറ്റവും പുതിയ രചനയായ റംസാൻ നിലാവ് പ്രകാശനം ചെയ്തു. നിസ്കാരപ്പായയിൽ ഞാനെന്നുമെത്താ
പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനോടനുബന്ധിച്ച് NJ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന റംസാൻ നിലാവ് എന്ന പേരിലുള്ള ഏറ്റവും പുതിയ മാപ്പിളപ്പാട്ട് ആൽബം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പ്രകാശനം നിർവഹിച്ചു. ആൽബത്തിന്റെ രചയിതാവ് ജയൻ പാതാക്കര, സംഗീതം നൽകിയ സുരേഷ് പ്രിയദർശിനി, ഗാനങ്ങളുടെ ആലാപനം നിർവഹിച്ച ബഷീർ കൊരട്ടിക്കര, തനിമ കലാസാഹിത്യവേദി പെരുമ്പിലാവ് ചാപ്റ്റർ അംഗം MA കമറുദ്ദീൻ, ആർട്ടിസ്റ്റ് മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വേവ് വോയിസ് ലാബ് പെരുമ്പിലാവാണ് ആൽബത്തിന്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത്. നിഷാദ് കൊല്ലഴി, രജീഷ് കേശവ് എന്നിവരാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്. മൈന മൂവീസ് സുനിൽ പുലിക്കോട്ടിലാണ് ആൽബത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. നിറദീപം, ശരണം തേടി, നീ വരും നേരം, ഓണപ്പാട്ട്, ഓണനിലാവ്, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ തുടങ്ങിയ 25ഓളം ഗാനങ്ങൾ ഇതിനകം ജയൻ പാതാക്കര രചന നിർവഹിച്ചിട്ടുണ്ട്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് വാർഷികം വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് യോഗങ്ങളിൽ മുടങ്ങാതെ പങ്കെടുത്തവർ, സമ്മാന കൂപ്പൺ വിജയികൾ, തൃശൂർ ഭദ്രാസന കലോത്സവത്തിൽ ബൈബിൾ ക്വിസ് മത്സര വിജയി മെറിൻ P. എഡ്വിൻ എന്നിവർക്ക് വികാരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യൂണിറ്റ് അംഗങ്ങളുടെ സംഗീതം, ആരാധനാഗീതം, ഗ്രൂപ്പ് സോങ്, ആക്ഷൻ സോങ് എന്നിവയും നടന്നു. ലേലം വിളിയും ആവേശമായി. സ്നേഹവിരുന്നോടെ ചടങ്ങുകൾ സമാപിച്ചു. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, CM സജീവൻ, PU എഡ്വി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികളായ എഡ്വി, സജീവൻ, ചെറിയാൻ, ജെയിൻ, ഡിബിൻ, ജോബിൾ, ഷാബു എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. ക്ലബ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ക്ലബ് രക്ഷാധികാരി V. മായൻകുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് മുബാറക് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PS. അലി, ക്ലബ് സെക്രട്ടറി മുഹമ്മദ് സോയിൽ, സാദിഖ്, അലി പുതുപ്പറമ്പിൽ, ഷാഹിർ, സിദാൻ, ഷെബീർ തുടങ്ങിയവർ സംബന്ധിച്ചു. പോർക്കുളം MKM UP സ്കൂളിലെ UKG വിഭാഗം കോൺവൊക്കേഷൻ സെറമണി സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് വാഴപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PM ഷിബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MPTA പ്രസിഡന്റ് ലതാ മണികണ്ഠൻ, PJ മേരി ടീച്ചർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ, UKG ക്ലാസ് അധ്യാപിക, പ്രധാന അധ്യാപിക എന്നിവർ ചേർന്ന് കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും ട്രോഫിയും നൽകി. പ്രധാന അധ്യാപിക ജുഷ കെ ജോസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ലിജോ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. PTA MPTA അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. ലോകമെമ്പാടും സുറിയാനി സഭകൾ പാതിനോമ്പ് ആചരിച്ചു. കുന്നുകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ പാതിനോമ്പ് ബുധനാഴ്ച രാവിലെ 7-ന് സഹവികാരി ഫാദർ സജയ് ജോസ് ശുശ്രൂഷകൾ വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പള്ളിയുടെ മധ്യത്തിൽ പകുതി നോമ്പിലെ നാർത്തയിൽ സ്ലീബ സ്ഥാപന ശുശ്രൂഷയും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 8,195 രൂപ, പവന് 65,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 109 രൂപ. ചരമം കുന്നംകുളം വൈശ്ശേരി മണക്കുളം റോഡ് പരേതനായ വർഗീസ് എന്ന സാബു മകൻ ഗേരി വർഗീസ് നിര്യാതനായി 52 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താട് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. റിനു ഭാര്യയും വരുൺ ഗേരി മകനുമാണ്. വരവൂർ പാലക്കൽ റോഡ് പരേതനായ നാലകത്ത് അബ്ദുൾ അസീസ് ഭാര്യ ബീവാത്തു നിര്യാതയായി 64 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. റഷീന, റഷീല, ഷാനിബ് എന്നിവർ മക്കളാണ്. കുന്നംകുളം മിഷനങ്ങാടി പനക്കൽ സൈമൺ കുഞ്ഞു ഭാര്യ ക്ഷേമ നിര്യാതയായി 66 വയസ്സായിരുന്നു. റിട്ടയേർഡ് പോസ്റ്റ് മിസ്ട്രസാണ് പരേത. സംസ്കാരം ആർത്താട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി മാവറ കളരിക്കൽ ഉണ്ണിക്കുറുപ്പ് നിര്യാതനായി 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിജയലക്ഷ്മിയാണ് ഭാര്യ. സുജാത, മിനി, ഉത്തമൻ, ഷീജ, സുധ എന്നിവർ മക്കളാണ്. മരത്തങ്കോട് കിടങ്ങൂർ പേരകത്ത് അപ്പുകുട്ടൻ മകൻ അപ്പു നിര്യാതനായി 77 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ചെറുതുരുത്തി പുണ്യതീരത്ത് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC+2 പരീക്ഷകൾക്ക് സമാപനം. സംസ്ഥാനത്തെ നിലവിലെ സ്കൂൾ കലാലയങ്ങളിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങളാണ് പോലീസ് നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുക്കിയത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ മെയ് അവസാന വാരത്തിൽ പരീക്ഷാ ഫലപ്രഖ്യാപനമുണ്ടായേക്കും.
കേച്ചേരിയിൽ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ബൈക്കുകളിലിടിച്ച അപകടം 8 പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികൻ പാലുവായ് ചക്രമാക്കിൽ ജോൺസന്റെ മകൻ അജിൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. അതിവേഗ വികസനത്തിലൂന്നി ഗുരുവായൂർ നഗരസഭയിൽ 366.92 കോടിയുടെ ബജറ്റ്. സമഗ്ര ദ്രവ മാലിന്യ സംസ്കരണ പാക്കേജ്, നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി 100 കോടിയും മമ്മിയൂർ ഫ്ലൈ ഓവറിന് 50 കോടിയും തിരുവെങ്കിടം അടിപ്പാതയ്ക്ക് 1 കോടിയും വകയിരുത്തി. ഭിക്ഷാടന വിമുക്ത ഗുരുവായൂരിനായി ഉദയ ഹോം പദ്ധതി 1 കോടി ചെലവിൽ നടപ്പാക്കുമെന്നും പ്രഖ്യാപനം. CCTVയും എക്സൈസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ തുടരുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ലഹരിക്കെതിരെ കാവൽ ദീപം തെളിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.